നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിലാണ് കൂടുതൽ ഗവൺമെൻറ് ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ അഡ്വൈസ് പോയിട്ടുള്ളത്. നമസ്കാരം, ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന യൂണിവേഴ്സിറ്റി LGSന് ശേഷം ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിൻ്റെ വേരിയസ് ആയിട്ടുള്ള വിവിധ ജില്ലകളിലെ ഗവൺമെൻറ് ഓഫീസുകളിലേക്കുമൊക്കെ ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിന് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ധാരാളം വേക്കൻസിയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണത്തെയൊക്കെ വേക്കൻസി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ എന്ന് വെച്ചാൽ 535/2023 ഇതുവരെ ഒഫീഷ്യൽ വെബ്സൈറ്റിനകത്തിട്ട് തുളസിയിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്ലൈ ചെയ്യേണ്ടത് ഇന്നോ നാളെയോ ആയിട്ട്, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങാവുന്നതാണ്. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ ഏത് ജില്ലയിലാണ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ സാധ്യത, ജോലി കിട്ടാൻ സാധ്യതയുള്ള ജില്ല ഏതാണ്, റിസർവേഷൻകാർക്ക് കുറച്ചുകൂടി സാധ്യതയുള്ള ജില്ല ഏതാണെന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ സാലറി പേ സ്കെയിൽ വരുന്നത് 23,000 മുതൽ 50,200 രൂപ വരെയാണ് ഇതിൻ്റെ സാലറി വരുന്നത്. ജില്ലാതലത്തിൽ വിവിധ ജില്ലയിലേക്കായിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. നിലവിൽ ഇതിൻ്റെ ഒഴിവുകളുടെ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇതിന് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടാവാനും പാടുള്ളതല്ല. ഇതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത് 15 ഡിസംബറിലാണ്. പക്ഷെ അതിൻ്റെ ഇതുവരെ എത്തിയിട്ടില്ല. ഇന്നോ നാളെയോ ആയിട്ട് തന്നെ എത്തുന്നതാണ് നമ്മുടെ വെബ്സൈറ്റിനകത്തോട്ടൊക്കെ. ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത് 17 ജനുവരി ആണ്. 17 ജനുവരി 2024 വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് പാസ്സായിരിക്കണം. എന്നാൽ ഡിഗ്രി ബിരുദം ഉണ്ടാവാൻ പാടില്ല. പക്ഷേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് മുമ്പ് ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നിങ്ങൾ ഡിഗ്രി പാസ്സാവുകയാണെങ്കിൽ പ്രശ്നമുണ്ടാവുന്നതല്ല. അല്ലെങ്കിൽ നിങ്ങൾ ജോലിയിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിലും പ്രശ്നമില്ല. ഈ നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടാവാൻ വേണ്ടി പാടുള്ളതല്ല. പ്രായപരിധിയുണ്ട്. 18 മുതൽ 36 വയസ്സ് വരെയാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത്. ജനറൽ കാറ്റഗറിക്കാർക്കാണ്. EWS ജനറൽക്കാർക്ക് 36 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. 1/1/2005 മുതൽ 2/1/1987 വരെ നോക്കിയിട്ടാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. കൂടാതെ നിങ്ങൾക്ക് റിസർവേഷനൊക്കെ ഉള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ള ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സാലറി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 23,000 മുതൽ 50,200 വരെ നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ തവണ അഡ്വൈസ് ലഭിച്ചവരുടെ ലിസ്റ്റാണ്. തിരുവനന്തപുരം ജില്ല ഏറ്റവും കൂടുതൽ സർക്കാർ ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് തന്നെയാണ് അഡ്വൈസിൻ്റെ കാര്യത്തിലും മുൻപിലുള്ളത്. 449 അഡ്വൈസ് ആണ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമായിട്ട് പോയിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ 340 അഡ്വൈസ് പോയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ 200, ആലപ്പുഴയിൽ 232, കോട്ടയം 252, ഇടുക്കിയിൽ 152, എറണാകുളം 370, തൃശ്ശൂർ 307, പാലക്കാട് 295, മലപ്പുറം 338, കോഴിക്കോട് 313, വയനാട് 130, കണ്ണൂർ 323, കാസർഗോഡ് 151. പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിയമനം കൂടുതൽ നടന്ന ജില്ല മാത്രം നോക്കിയിട്ട് കാര്യമില്ല. റിസർവേഷനൊക്കെ ഉള്ളവർ കൂടുതൽ റിസർവേഷൻ, അതായത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഡ്വൈസ്, റിസർവേഷൻ പോസ്റ്റിൽ ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയ ജില്ല കൂടി നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഒന്ന് OBC-കാർക്കൊക്കെ പത്തനംതിട്ടയാന്ന് തോന്നുന്നു കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതലായിട്ട് അഡ്വൈസ് പോയ ജില്ല ഏതാണോ അതൊന്ന് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെയാണ് മൊബൈൽ വഴി അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. മൊബൈൽ വഴി ക്രോം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യാം എന്ന വീഡിയോ ഒക്കെ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ ബൈ.